ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങളുടെ ഇതൊരു സൺഡേ ഔട്ടിങ്ങാണ്. ഇന്നലെ ഓശാന ഞായറായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ഇന്നലെ ജസ്റ്റ് ഞങ്ങൾ കൊല്ലത്തുനിന്ന് ഞങ്ങൾ ട്രിവാൻഡ്രം ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ പോയപ്പം അത് ഞങ്ങൾ തീരദേശം വഴിയാണ് പോയത്. തീരദേശം വഴി പോയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ജസ്റ്റ് ഇതൊരു വീഡിയോ എടുക്കാം, എന്നിട്ട് ഷെയർ ചെയ്യാം എന്ന് കരുതി ഞങ്ങളെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ തീരദേശ റൂട്ടാണ്. കൊല്ലത്തുനിന്ന്, അതായത് നമ്മുടെ അഞ്ചുതെങ്ങ്, അതേപോലെ പെരുമാതുറ, പുതുക്കുറിച്ചി ആ ഭാഗത്തോട്ടൊക്കെ ഞങ്ങൾ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നത് ഈ ഒരു തീരദേശം വഴിയാണ്. കാരണം പൊതുവേ നമ്മുടെ മെയിൻ റോഡിനെ അപേക്ഷിച്ച് നമുക്ക് തിരക്കും കാര്യങ്ങളും അതേപോലെ പൊല്യൂഷൻ ഇതൊക്കെ നമുക്ക് വളരെ കുറവാണ്. നമുക്ക് ഇതേപോലെ ആ ഒരു ബീച്ച് വൈബ്, അതേപോലെ ഈ ഒരു വ്യൂ ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ളവരുടെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം ഞങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 11:30-12 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടേതായ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട്, പിന്നെ ഈ ഒരു തീരദേശ റൂട്ടാണ് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു സൈഡ് കടലും ഒരു സൈഡ് കായലും. അപ്പം നമുക്ക് ആ ഒരു ചെറിയ രീതിയിൽ നമുക്ക് ചെറിയൊരു തണുത്ത ഒരു കാറ്റ് പോലെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നുണ്ട്. ഓക്കെ ആയിരുന്നു, യാത്രയൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പം റയാൻ തൊപ്പി, അവന് ഹെൽമെറ്റ് വെക്കുന്നത്, ഹെൽമെറ്റ് ഇതൊന്നും അവൻ വെക്കത്തില്ല. പിന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് ഞങ്ങളൊരു തൊപ്പി നിർബന്ധിച്ച് അവനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മുടെ താന്നി ഭാഗമാണ്. താന്നി, മയ്യനാട്, താന്നി ബീച്ചാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഒരുപാട് പേരിപ്പം ഈ ഒരു നമ്മുടെ ഈ റൂട്ടിൽ കൂടെ ഒരുപാട് പേര്, മുന്നത്തെ അപേക്ഷിച്ച് നമുക്കിപ്പോൾ ഒരുപാട് പേര് ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്. കാരണം മുന്നേ നമുക്ക് ഇവിടുത്തെ റോഡ് ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം റോഡൊക്കെ ഒരുവിധം ഏകദേശം എല്ലാം ഒരുവിധം ക്ലിയറാണ്. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ആണ്. അത്യാവശ്യം തിരക്കുകൾ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് തരത്തിലുള്ള നമുക്ക് മെയിൻ റോഡിനെ അപേക്ഷിച്ച് നമുക്കിവിടെ വളരെയധികം എന്താ പറയുക, തിരക്കുകൾ കുറവാണ്. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ മാതാവിൻ്റെ വേളാങ്കണ്ണി മാതാവിൻ്റെ ചെറിയൊരു കുരിശടിയുണ്ട്, നമുക്കത് കാണാൻ പറ്റും. അതാണ്ട് ഇതാണ് വേളാങ്കണ്ണിയമ്മയുടെ കുരിശടിയാണ്. പിന്നെ നമുക്കിവിടെയും ചെറിയ രീതിയിൽ മീൻ കച്ചവടവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആ വഴിയിലുണ്ടായിരുന്നു. ഉണക്കമീനും പച്ചമീനും എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആണ്. നമുക്കിതിൽ ചെറിയ തണലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ പരവൂർ കാപ്പിൽ ആ ഒരു ഭാഗമാണ്. ഞങ്ങൾ അതിലെ വന്നപ്പം കറക്റ്റായിട്ടൊരു ട്രെയിൻ ഇങ്ങനെ പോകുന്ന കണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാനായിട്ട് ആ സമയത്ത് പറ്റി. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. ഇത് ഇവിടെ ഒരു നമുക്കൊരു പാർക്കുണ്ട്. എനിക്കൊന്നത് വൈകുന്നേരമാണ് കൂടുതലായിട്ട് ഓപ്പൺ ആവുക. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അവിടെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു. ഈ ഒരു ഭാഗത്ത് നമുക്ക് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഉണ്ടായത് ഈ സൈഡിലാണ് നമുക്കത് വരുന്നത്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ കാണുന്നത് നമ്മൾ തിരിച്ച്, അത് ഞാൻ നേരത്തെ കണ്ടത് മൊത്തം നമ്മൾ രാവിലെ വന്ന വഴിക്ക് എടുത്ത് ഞങ്ങൾ, അതായത് കാപ്പിൽ വരെ ഞങ്ങൾ എടുത്തോളൂ. പിന്നെ ഞങ്ങളിത് തിരിച്ച് വന്നപ്പോൾ എടുത്തത് ഇത് നമ്മുടെ സെൻറ്റ് ആൻഡ്രൂസ് ആ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഉള്ളതാണ്. അതായത് ഇന്നലെ പൊതുവെ എല്ലായിടത്തും ഓശാന ഞായറായതുകൊണ്ട് എല്ലാ പള്ളിയിലും പുരുഷൻ്റെ വഴിയും പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ അഞ്ചുതെങ്ങ് ഭാഗം തൊട്ട് എല്ലാ പള്ളിയിലും ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോഴേ കണ്ടായിരുന്നു പുരുഷൻ്റെ വഴിയുടെ ഒരുക്കങ്ങളും. റോഡ് സൈഡിലൊക്കെ എല്ലാവരും
വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കറിയാം വൈകുന്നേരം ആകുമ്പം എന്തായാലും ഈ വഴിയിലൊക്കെ പ്രദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പം ഇത് ആ ഒരു ഭാഗത്തു നിന്ന് ഫസ്റ്റ് കണ്ട പള്ളിയിലെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇത് നമ്മുടെ പെരുമാതുറ. ഇവിടെ എല്ലാവർക്കും അറിയില്ല, ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉപ്പിലിട്ട മാങ്ങയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി. ഞങ്ങൾ റയാന് ഉപ്പിലിട്ട മാങ്ങ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ അടുത്തുനിന്ന് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ചെറിയ രീതിയിൽ ഉപ്പും പിന്നെ മുളക് പൊടി ഒരുപാട് വേണ്ട, ചെറിയ രീതിയിൽ, കാരണം റയാന് കഴിക്കാനുള്ളതായതുകൊണ്ട് അവന് മുളക് പൊടി പിന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരല്പം മുളക് പൊടിയും കൂടി അതിനകത്ത് ഇടിയിപ്പിച്ച് അപ്പോഴാണ് ഞാൻ അടുത്തിരിക്കുന്നത് ഈ ഒരു സംഭവം കണ്ട നമ്മുടെ പുളിമുട്ടായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു എനിക്ക് വേണ്ടി ഒരു പുളിമുട്ടായി മേടിച്ചു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എൻ്റെ സ്കൂളിൻ്റെ അടുത്തൊരു അമ്മാമ്മ ഇത് വിൽക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ അന്ന് കഴിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്കിപ്പോഴും ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഒരു മാറ്റവും ഇല്ല, ആ സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ ഒരു സന്ധ്യ ആ ഒരു 7 മണിയൊക്കെ അടുപ്പിച്ചായിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. നല്ല, കാരണം ഇപ്പോൾ അവിടെ ഒരുപാട് ബീച്ച് വ്യൂ പോലെ ഉള്ളത് കൊണ്ട് ഒരുപാട് പേരിപ്പോൾ അവിടെ വന്ന് അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് കാണാൻ പറ്റും കേട്ടോ. നല്ല വലിയ കടപ്പുറമാണ്. പിന്നെ ഈ ഇറക്കം വരുമ്പോഴും നമുക്ക് ഇവിടെയും മാതാവിൻ്റെ ഒരു ചെറിയൊരു കുരിശടിയുണ്ട്. തീരദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാന്ന് തന്നെ പറയാം. കാരണം അടുത്തടുത്ത് പള്ളികളും കുരിശടികളും ഒക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ 5 തെങ്ങ് പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടം വരെയാണ് ആ ഒരു വീഡിയോ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും അത് ഓൺ വോയിസിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് മിസ്റ്റേക്കുകൾ കാണും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്